ഹായ് ഫ്രണ്ട്സ്, പവർ ടെക് ഫോർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഈ സ്വിച്ചുമെന്ന് എർത്തടിക്കണതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നല്ല പവർ ടെസ്റ്റർ വെച്ച് നോക്കുമ്പോൾ കണ്ടില്ല, നല്ല പവറിൽ എർത്തടിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ പോയി നോക്കിയതാണ്. അത് എന്താണെന്ന് വെച്ചാൽ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ചാൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് സ്വിച്ചും ബോർഡ് വെച്ച ചുമരിൽ ഈർപ്പമോ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വിച്ചിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറിക്കാണ്ട് അങ്ങനെ സ്വിച്ച് ഇടുമ്പോൾ അങ്ങനെയും എർത്തടിക്കാം. സ്വിച്ചിന്റെ കാലപ്പഴക്കം കാരണം സ്വിച്ചിന്റെ ഉള്ളിലെ കോണ്ടാക്ട് പോയിന്റുകളുടെ കനം കുറവ് മൂലം സ്വിച്ചിന്റെ ഉള്ളിലെ സ്പാർക്കിംഗ്, സ്വിച്ചിന്റെ പ്ലാസ്റ്റിക് ഭാഗങ്ങൾ കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. ഇതുമൂലം സ്വിച്ച് ഇടുമ്പോൾ സ്വിച്ചുമെന്ന് ഷോക്ക് ഏൽക്കാൻ കാരണമാകും. ഈ സ്വിച്ച് പഴയ മോഡൽ സ്വിച്ച് ആയതുകൊണ്ട് വർഷങ്ങളോളം ഉപയോഗിക്കുമ്പോൾ സ്വിച്ചിന്റെ പ്ലാസ്റ്റിക് ബോഡി ബലാക്ഷയം വന്ന് തേയ്മാനം സംഭവിക്കാം. ഇതുമൂലം സ്വിച്ചുമെന്ന് എർത്തടിക്കാനും സാധ്യതയുണ്ട്. പഴയ കാലത്തെ ബോർഡ് ആയതുകൊണ്ട് ഈ ബോർഡിന്റെ സൈസ് വരുന്നത് 8.4 എന്നാണ് ഇതിന്റെ സൈസ് വരുന്നത്. ഏതായാലും സ്വിച്ചും പ്ലേറ്റും ഒക്കെ മാറ്റിയിട്ട് മോഡുലർ പ്ലേറ്റ് ആക്കിയിട്ടുണ്ട്, മോഡുലർ സ്വിച്ചും ആക്കിയിട്ടുണ്ട്. പഴയ കാലത്തെ 8.4 ഷീറ്റിന്റെ പേരിൽ മോഡുലർ ആക്കുകയാണെന്നുണ്ടെങ്കിൽ 8MD ആകാരം വരിക. GMന്റെ പ്ലേറ്റും സ്വിച്ചുമാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തുക.